10-40 വർഷത്തെ പഴക്കമുണ്ട്. ഇത് പാടുമാ? ഓൺ ചെയ്ത് വെച്ചിട്ടേ നമ്മൾ പാടണം. ഓ அப்படிதான் ഇത് വർക്ക് ആവുമാ? അത് നമ്മൾ അങ്ങനെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അത് തന്നെ നമ്മൾ പാടുമ്പോൾ അങ്ങ് വർക്കാവും. ഇങ്ങനെ ബുദ്ധിയില്ലാത്ത ഒരു സാധനം. ഇത് കേടാ കൊച്ചേ. 10-40 വർഷങ്ങൾക്ക് മുമ്പേ അപ്പൂപ്പൻ്റെ ഒരു ബന്ധു അപ്പൂപ്പന് കൊണ്ട് കൊടുത്തതാ. യാര്, ഉങ്ക അപ്പൂപ്പനാ? അയ്യോ, എൻ്റെ അപ്പൂപ്പനല്ല, ഇവിടുത്തെ പിള്ളേരുടെ അപ്പൂപ്പന്. ഓ, നമ്മ അപ്പാവാ? മദ്രാസിന്ന് ഒരു ബന്ധു കൊണ്ട് കൊടുത്തതാ. മദ്രാസാ? എങ്ക ഊര്? அப்படின்னா இதுல தமிழ் பாட்டு மட்டும்தான் வருமா? ആകാശവാണി തമിഴ് പാട്ട് മാത്രമേ വരത്തുള്ളൂ. അതറിയത്തില്ലല്ലയോ? എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ ഇതിനെ? മലയാളവും വരുമാ? മലയാളം പാട്ട് കേൾക്കുമായിരുന്നു. പിള്ളേരുടെ അപ്പൂപ്പനെ ഇതിനകത്ത് പാട്ടും വാർത്തയൊക്കെ കേട്ടിങ്ങനെ ചാരുകസേരയിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അതൊക്കെ ഒരു ഓർമ്മയാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇത് കണ്ടപ്പം ഞാനിങ്ങനെ എടുത്തുകൊണ്ട് പോരുന്നതാ. ഇനി ഇതിവിടെ വെച്ചാൽ ശരിയാവത്തില്ല. ഞാനിത് അടുക്കളയിലേ കബോർഡിൻ്റെ കീഴിൽ കൊണ്ടുവെക്കാം. നീ ഇത് ആരോടും പറഞ്ഞു കൊടുക്കല്ലേ. ഇവിടുത്തെ 2 പീക്കിരികൾ കണ്ടാലത്തെ സ്ഥിതി അറിയാമല്ലോ. അന്നേരം തന്നെ അത് വലിച്ചു പറിച്ച് 4 പങ്കാക്കും. പിന്നെ കേശു പറഞ്ഞാൽ അപ്പം തന്നെ സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് വരും, റിപ്പയറിങ് തുടങ്ങും. അതുകൊണ്ട് ആരും അറിയരുത്. അറിയാലോ. നീ ഒരു കാര്യം ചെയ്, പതുക്കെ കതവ് തുറന്ന് അവിടെ ആരെങ്കിലും നിപ്പുണ്ടോ നോക്ക്. ഞാൻ പതുക്കെ അങ്ങ് അടുക്കളയിൽ കൊണ്ടുപോവാം. ചെല്ല്. கனகாண்டி இங்க வாப்பா. என்ன லட்சு? அந்த சஞ்சிக்கு உள்ளிலே என்ன எனக்கு தெரியாது. ആ സഞ്ചിയിൽ എന്തോ ഉള്ളേ? எனக்கு தெரியல பாரு. ആന്റിയുടെ അടുത്ത് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടാവുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. எனக்கு தெரியாது ലച്ചു. ആന്റി ആണല്ലോ അമ്മൂമ്മയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി. അതുകൊണ്ട് സത്യം പറ. நிஜமா சொல்றேன், எனக்கு தெரியாது. ആന്റി അങ്ങനെ പറയണ്ടി. நான் சொன்னா അമ്മ എന്നെ ശരിയാക്കുവാങ്ക. പറയലും ഞങ്ങൾ ശരിയാക്കും. എന്റെ ഒരു കമാൻഡ് മതി, പിന്നെ വന്ന് ആക്രമിക്കും. வேண்டாம், நான் சொல்றேன். ஆனா அம்மா கிட்ட சொல்லக்கூடாது. இல்ல சொல்ல மாட்டேன். அந்த சஞ்சிக்குள்ள ரேடியோ. ரேடியோயா? உங்க அப்பூப்பா இருக்காங்கல்ல, அவங்களோடது 40 வருஷம் பழக்கம் இருக்கான். அதுல பாட்டெல்லாம் பாடுமா, ஆகாசவாணின்னு சொன்னாங்க. ஆனா இப்போ அது ஒர்க் ஆகாது. அம்மா வந்து உங்கள்கிட்ட யார்கிட்டையும் சொல்லக்கூடாதுன்னு சொன்னாங்க. என்னன்னா இப்ப பிள்ளைங்க கேஸ் எல்லாம் தெரிஞ்சுன்னா அது நாசம் பண்ணுவாங்கன்னு சொன்னாங்க. ஓகே, சொல்ல மாட்டோம். நான் சொன்னேன்னு மட்டும் சொல்லக்கூடாது. പറയില്ല. நான் போட்டா? ഓ, ആ സഞ്ചിക്കകത്ത് അപ്പൂപ്പനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റേഡിയോ ആയിരുന്നു.